What is agriculture? Agriculture എന്നാൽ നമ്മൾ ഇപ്പോൾ ചെടികളെയോ മരങ്ങളെയോ വെച്ച് അവയിൽ നിന്ന് കിട്ടുന്ന ഫലങ്ങൾ ഉപയോഗപ്പെടുത്താനായി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് അഗ്രികൾച്ചർ. അതുപോലെ തന്നെ മൃഗങ്ങളെയും മറ്റ് മൃഗങ്ങളെയൊക്കെ ഫുഡിനും വൈറ്റമിനും മെഡിസിനും അതർ പ്രൊഡക്ഷനുമായിട്ട് ചെയ്യുന്നതിനാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഗുണങ്ങൾ നമ്മുടെ ലൈഫിനെ എൻഹാൻസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. Major sectors of agriculture. What sector are you പറയുന്നത്? Apiculture. അത് എന്തൊക്കെയാണ് പറയുന്നത്? Farming, honeybees. Okay. Major sectors of agriculture. Joseph പറഞ്ഞ apiculture ഉണ്ട്. അതുപോലെ തന്നെ crop cultivation. ഈ wheat, sugar canes, rice, wheat, പിന്നെ fruits, vegetables ഇതുപോലത്തെ സാധനങ്ങളൊക്കെ കൃഷി ചെയ്യുന്നതിനാണ് crop cultivation എന്ന് പറയുന്നത്. ഫോറസ്ട്രി എന്ന് വെച്ചാൽ ഒരു ഏരിയ മരങ്ങളെയോ കാടിൻ്റെ ഒരു പ്രദേശത്തെയോ ഫുഡിനും പേപ്പറിനും അതുപോലെ മരങ്ങളിൽ നിന്ന് കിട്ടുന്ന ഓരോ സാധനങ്ങൾക്കുമായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിനാണ് ഫോറസ്ട്രി എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഫുഡ് വേണം. അപ്പോൾ അതിനായിട്ട് പ്രത്യേക ഒരു ഏരിയ ഫോറസ്റ്റ് തിരഞ്ഞെടുത്ത് ഓരോ മരം വെട്ടുന്നതിന് മരം നട്ടുപിടിപ്പിക്കുകയും നമുക്ക് മരം എടുക്കുകയും കൂടെ ചെയ്യാവുന്ന ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു വഴിയാണ് ഫോറസ്റ്റ്. ഇതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സ് പേപ്പർ ഫുഡ് അല്ലാതെ വേറെ ബൈ പ്രോഡക്ട്സും നമുക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കാൻ പറ്റും ഫോറസ്ട്രി ഉപയോഗിച്ച്. ഹോർട്ടിക്കൾച്ചർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ പച്ചക്കറി ഈ ചെറിയസും അതുപോലത്തെ പൾസസും ഒക്കെ വെജിറ്റബിൾസും ഓർണമെന്റൽ പ്ലാന്റ്സ് ഇപ്പോൾ മണി പ്ലാന്റും അതുപോലത്തെ വീട്ടിൽ വെക്കുന്ന ഓർണമെന്റൽ പ്ലാന്റ്സിന് വേണ്ടിയൊക്കെ ചെയ്യുന്ന ഒരു കൾച്ചറിന് എന്താണ് ഹോർട്ടിക്കൾച്ചർ. ഇത് അഗ്രികൾച്ചറായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു സെക്ടറാണ്. ക്രോപ്പ് പ്രൊഡക്ഷൻ. ക്രോപ്പ് പ്രൊഡക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ക്രോപ്പ് പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ പ്ലാന്റിംഗ് മെത്തേഡ്സ് ഉപയോഗിക്കണം, ഗ്രോ ചെയ്യണം, പിന്നെ ആ ക്രോപ്സിനെ ഹാർവെസ്റ്റ് ചെയ്യാൻ ഏതെങ്കിലും ഒരു മെത്തേഡ്സ് വേണം. ഇപ്പോൾ അതുപോലെ ഇന്ന് ഏതെങ്കിലും ഒരു മെത്തേഡ് ആർക്കെങ്കിലും പറയാൻ പറ്റും? ഈ പ്ലാന്റ്സിനെ പ്ലാന്റ് ചെയ്ത് ഗ്രോ ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു മെത്തേഡ്, ഏതെങ്കിലും ഒരു പ്ലാന്റിനെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ ആർക്കെങ്കിലും പറ്റും? ക്രോപ്സിനെ പ്ലാന്റ് ചെയ്ത് ഗ്രോ ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഏതെങ്കിലും. ഇപ്പോൾ റബ്ബറോ അതിൻ്റെ ഏതെങ്കിലും ഒരു മെത്തേഡ് എന്ന് പറയാൻ പറ്റും? റബ്ബർ കൾട്ടിവേഷൻ പ്ലാന്റ് ചെയ്ത് ഗ്രോ ചെയ്ത് ഹാർവെസ്റ്റ് ചെയ്യുന്നതിന് പാഡി പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞു. മലയാളത്തിൽ പറഞ്ഞു. സീഡ് ആകുമ്പോൾ അതിൻ്റെ സാമ്പിൾസ് ആയിട്ട് ചിലടത്ത് ഈ മണ്ണിൽ ഈ സീഡ് വളരെ കയ്യിലാണ്. അതുകൊണ്ട് അത് കിളിപ്പിച്ചിട്ട് സാമ്പിൾസ് ആണ്. സാമ്പിൾസിന് പിന്നെ ഇനി ഫ്ലോ ചെയ്ത ലാൻഡിൽ കൊണ്ട് കൃഷി ചെയ്യും. അത് കഴിഞ്ഞ ശേഷം വീഡിങ് ചെയ്യും, പെസ്റ്റ് കൺട്രോൾ ചെയ്യും, പിന്നെ മൈനോറിറ്റി ചെയ്യും. അത് ഗ്രോ ചെയ്ത് കഴിയുമ്പോൾ അത് ലാസ്റ്റ് ഹാർവെസ്റ്റ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു രീതി കൂടെ അഗ്രികൾച്ചറിന് പിന്നെ വേറൊരു കുറേ രീതികളുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അഗ്രികൾച്ചർ അതിനായിട്ട് ഹണി ബീസിനെ ഫാം ചെയ്യാനായിട്ട് പ്രത്യേക ബീഹൈവ് ഏരിയാസ് ഒക്കെ കണ്ടുപിടിച്ച് അവിടെ ബീസിനായിട്ട് പ്രത്യേകം ഫ്ലവേഴ്സിനൊക്കെ തിരഞ്ഞെടുക്കുക, പിന്നെ അതുപോലത്തെ ജോലികൾക്ക് വരും. പിന്നെ വേറൊരു കാര്യമുണ്ട് ഫാമിങ്ങിനുള്ള ഇമ്പോർട്ടൻസ്. ഫാമിങ് കൊണ്ട് നമുക്ക് ഈ ലോകത്തിലുള്ളവർക്ക് ഭക്ഷണം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഒരു വഴിയാണ് ഫാമിങ്. അത് ലോകത്തിലെ എല്ലാ ജീവികൾക്കും മനുഷ്യർക്കും വേണ്ടിയാണ് ഫാമിങ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പല ആൾക്കാർക്ക് ഇപ്പോൾ കൃഷി വകുപ്പിലൊക്കെ ആയിട്ട് ആൾക്കാർക്ക് ജോലി ചെയ്യില്ല, കർഷകരായിട്ട് ജോലി ചെയ്യില്ല. ആ ഏരിയകളെ സംബന്ധിച്ചുള്ള ഏരിയാസ് കണക്കാക്കിയുള്ള ജോലികളില്ലേ, അതുപോലത്തെ ജോലി സംബന്ധ മേഖലകളിൽ പലർക്കും ജോലി കൊടുക്കുന്നതാണ് ഈ ഫാമിങ്. അതുപോലെ തന്നെ നമ്മുടെ ഇക്കോസിസ്റ്റത്തിൻ്റെ ബയോഡൈവേഴ്സിറ്റി ഇപ്പോൾ പാഡി ഫീൽഡിൽ ഏതൊക്കെ ജീവികൾ നമുക്ക് കാണാൻ പറ്റും?
പേര് പറയാം. പാഡി ഫീൽഡിൽ ഏതൊക്കെ ജീവികളാണ്? ആരും പറയില്ല. അറിയാവുന്ന ആരുണ്ടോ? പാഡി ഫീൽഡിൽ നിങ്ങൾ കണ്ടിട്ടില്ല ഏതെങ്കിലും ജീവികളാണ്? മലയാളത്തിൽ പറയാനും കുഴപ്പമില്ല. കൊക്ക്. ഓക്കെ. വേറെ ഏതെങ്കിലും ജീവികളെ ആർക്കെങ്കിലും അറിയോ? പാമ്പ്. ഓക്കെ. വേറെ ഏതെങ്കിലും പെസ്റ്റുകൾ ഏതെങ്കിലും? പെസ്റ്റ്. ഓക്കെ. പാരറ്റ്. ഓക്കെ. ഈ ജീവികളൊക്കെ തമ്മി ഒരു ഇപ്പൊ നിങ്ങൾ ഫുഡ് ചെയിൻ തരുന്നു. പാമ്പ് തവളയെ തിന്നുന്നു, പാമ്പിനെ ഏതെങ്കിലും പക്ഷി തിന്നുന്നു. ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു മെത്തേഡ് പോലെയാണ്, ഫുഡ് ചെയിൻ പോലെയാണ് ഈ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി മാനേജ് ചെയ്യാൻ ഈ ഫാമിംഗ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പല ട്രഡീഷണൽ പ്രാക്ടീസുകളും ഇത് വേണം ഫാമിംഗ്. ചാലഞ്ചസ് ഇൻ അഗ്രികൾച്ചർ. നമ്മുടെ ഇപ്പോഴത്തെ ലോകത്ത് അഗ്രികൾച്ചറിന് കുറേ ചാലഞ്ചസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ക്ലൈമറ്റ് ചേഞ്ച്. ആകാശത്ത് ഈ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂടുകയും അതുപോലെ നമ്മുടെ ഫീൽഡ്സിലൊക്കെ അമിതമായ മഴയോ ചൂടോ ഒക്കെ ലഭിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വൻ കൃഷിനാശം സംഭവിക്കുന്ന ക്ലൈമറ്റ് ചേഞ്ച്. പിന്നെ പെസ്റ്റ് ഡിസീസ് കൺട്രോൾ. ഇപ്പോൾ നമ്മുടെ പാടത്തിൽ ഏതെങ്കിലും ഒരു പെസ്റ്റ് കയറി അതിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാനുള്ള വഴികൾ ഉപയോഗിച്ചാലും അത് നമ്മുടെ ക്ലൈമറ്റിന് ഹാർഫുള്ളാണ്. അതുപോലെ തന്നെ പ്ലാന്റ്സിന് വരുന്ന ചില ഡിസീസുകളും ശരിയാക്കാനായിട്ട് കുറച്ച് പാടുന്ന ജോലിയാണ്. അപ്പോൾ ഇതും പിന്നെ വാട്ടർ സ്കാർസിറ്റി. ചില പ്രദേശങ്ങളിൽ വെള്ളം ലഭിക്കാതെ നമുക്ക് കനാലുകൾ ഉപയോഗിക്കും. പക്ഷേ കനാലുകളിൽ വെള്ളം എത്താതെ ആകുമ്പോഴത്തേക്കാണ് വാട്ടർ സ്കാർസിറ്റി വരുന്നത്. അതുപോലെ തന്നെ സസ്റ്റൈനബിൾ പ്രാക്ടീസസ്. പല കാര്യങ്ങൾ ഈ സസ്റ്റൈനബിൾ പ്രാക്ടീസുകളിലൂടെ ലഭിക്കാൻ പറ്റാറുണ്ട്. ഇതൊക്കെയാണ് അഗ്രികൾച്ചറിലുള്ള പ്രശ്നം. അഗ്രികൾച്ചർ ഫേസിംഗ് ഇന്നോവേഷൻസ് ഇൻ അഗ്രികൾച്ചർ. ഇപ്പോഴത്തെ കാലത്ത് പുതിയ ചെടികൾ, പുതിയ സാപ്ലിങ്സ്, പുതിയ ബ്രീഡ്സ് ആയിട്ട് ഉണ്ടാക്കാനായിട്ട് പല വഴികളുണ്ട്. ഏതെങ്കിലും ഒരു വഴി ആരെങ്കിലും പറയുമോ? പുതിയ ചെടികളെ, പുതിയ ഇനം ചെടികളെ ഉണ്ടാക്കുന്നത് ഏതെങ്കിലും മെത്തേഡ്? ബഡ്ഡിങ്. ഓക്കെ. ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്. ഓക്കെ. ഈ മെത്തേഡുകളൊക്കെ ജനറ്റിക് ആയിട്ട് അതിനെ മോഡിഫൈ ചെയ്യുകയോ അതുപോലെ തന്നെ ഇതൊക്കെ ചെയ്യാനായിട്ട് പ്രത്യേക ഇൻസ്ട്രുമെൻറ്റ്സ് അതിനായിട്ട് നമ്മുടെ മോഡേൺ ടെക്നോളജി ഇപ്പോൾ നമ്മളെ സഹായിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മോഡേൺ ടെക്നോളജി, ജനറ്റിക് എഞ്ചിനീയറിങ്, അതായത് ഇപ്പോൾ നമുക്കൊരു ചെടിയുടെ സ്പെഷ്യാലിറ്റീസ്, ഇപ്പോൾ ഒരു പുതിയ ഇനം തക്കാളി ഉണ്ടാക്കണം. തക്കാളിക്ക് ഒരു ജ്യൂസിനെസ് കിട്ടാൻ വേറെ ഏതെങ്കിലും ഒരു പ്ലാന്റിൻ്റെ ജനറ്റിക്സ് തക്കാളി ചെടിയുടെ കുരുങ്ങിയിരിക്കുമ്പോൾ നമുക്ക് ആ കുരുവിൽ മറ്റേ ചെടിയുടെയും തക്കാളിക്കിൻ്റെ ഒരു പുതിയ ബ്രീഡ് കിട്ടുകയും ചെയ്യും, കഴിക്കാൻ പറ്റുകയുള്ളത്. അതുപോലെ തന്നെ ഈ സസ്റ്റൈനബിൾ പ്രാക്ടീസുകൾ കൂട്ടാനും പറ്റും. ഫോർ എക്സാമ്പിൾ ഈ ബഡ്ഡിങ്ങും ഗ്രാഫ്റ്റിങ്ങും ഒക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും മോഡേൺ ടെക്നോളജി കൊണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ ആർട്ടിഫിഷ്യൽ പോളിനേഷൻ ചെയ്യുന്നത്, ഒരു ചെടിയെ വേറെ ചെടികളുമായിട്ട് സമ്പർക്കമില്ലാതെ വളർത്തിയിട്ട് അതിൻ്റെ സ്റ്റേമിനൊക്കെ കളയാനായിട്ട് ഇപ്പോൾ പുതിയ മെത്തേഡ്സ് ഒക്കെ ഉണ്ടല്ലോ. അതുപോലത്തെ മെത്തേഡ്സാണ് സസ്റ്റൈനബിൾ പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സമ്മർ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഈ അഗ്രികൾച്ചർ നമ്മുടെ ഡൈവേഴ്സിറ്റിക്ക്, നമ്മുടെ ട്രഡീഷനും ഒക്കെ ഇപ്പോൾ നമ്മുടെ പല പഴഞ്ചൊല്ലുകളും ഉണ്ടല്ലോ. ഇപ്പോൾ കൃഷിയായിട്ട് സംബന്ധിച്ച് മലയാളത്തിൽ തന്നെ പല കവിതകളും നമ്മളെ കൃഷിയെ പറ്റിയാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇക്കോണമിക്കും നമ്മുടെ കൾച്ചറിനും നമ്മുടെ വേൾഡിന് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് അഗ്രികൾച്ചർ. അഗ്രികൾച്ചറെ സഹായിക്കുന്ന ഏതെങ്കിലും ഒരു മേഖല ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓക്കെ. സഹായിക്കുന്ന ഏതെങ്കിലും ഒരു മേഖല, അഗ്രികൾച്ചർ സഹായിക്കുന്ന ഒരു മേഖല. ഓക്കെ. അതുപോലത്തെ കാര്യങ്ങൾക്കാണ് അഗ്രികൾച്ചർ വളരെ ഉപയോഗപ്രദമാണ്. അങ്ങനെ പ്രോംപ്റ്റ് ആർക്കെങ്കിലും ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാനുള്ള സമയമാണ്. ചോദിച്ചു. മലയാളത്തിൽ എന്തിനു വേണ്ടിയാണ് ഈ അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത്? അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഡിവൈഡ് ചെയ്യുന്നത് പല അഗ്രികൾച്ചർ സെക്ടേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ബീഹൈവിൻ്റെ കൂടെ ക്യാറ്റിലിനെ ഫാം ചെയ്യുകയാണെങ്കിൽ ക്യാറ്റിലിനെ ചിലപ്പോൾ അതിൻ്റെ ബീസിൻ്റെ സ്റ്റിങ്ങിങ് കിട്ടുകയും പിന്നെ ബീസിൻ്റെ ഫ്ലവേഴ്സ് ഒക്കെ ചിലപ്പോൾ ക്യാറ്റിൽ ചവിട്ടി വലിച്ചു കളയൊക്കെ ചെയ്തില്ലേ. അതിന് പകരമായിട്ടാണ് ഓരോ സെക്ടറിനെ ഓരോന്നായി തിരിച്ചിരിക്കുന്നത്. വേറെ ഏതെങ്കിലും സംശയം പറഞ്ഞു? പെസ്റ്റ് കൺട്രോൾ എന്ന് വെച്ചാൽ ഇപ്പോൾ ചില പാടങ്ങളിൽ അമിതമായിട്ട് ഏതെങ്കിലും ഒരു ഇപ്പോൾ ആഫിഡ്സ് എന്ന് പറഞ്ഞാൽ പെസ്റ്റുകളുണ്ട്. ആ പെസ്റ്റുകളെ കൺട്രോൾ ചെയ്യാൻ നമ്മൾ പെസ്റ്റിസൈഡ് ഇടുന്നതിലും ഭേദം റെഡ് ആൻഡ്സിനെയോ അല്ലെങ്കിൽ ലേഡി ബഗിനെയോ കയറ്റിവിടുന്നു. കാരണം റെഡ് ആൻഡ്സിന് ആഫിഡ്സിൻ്റെ നീര് കുടിക്കുന്ന ഇഷ്ടമായ കാരണം മിക്കവാറും ആഫിഡ്സിനെ അവർ കൊല്ലുകയും അതിൻ്റെ നീര് കുടിക്കുകയും ചെയ്യുകയും
അതുകൊണ്ട് തന്നെ ലേഡി ബോക്സിനും ഇതുപോലത്തെ പെസ്റ്റുകളെ തിന്നാൻ അതിന് ബയോളജിക്കലി അതിനങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നാലും അത് പെസ്റ്റിനെ അങ്ങനെ തിന്നുകയും ചെയ്യും. അപ്പോൾ അതല്ലാതെ ഉണ്ട് മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ. ഈ ബേസിലിൻ്റെ ലീവ്സ് ഒക്കെ നമ്മൾ ക്രഷ് ചെയ്ത് ഒരു സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് പോകുമ്പോൾ അതിലോട്ട് ഈ ചില ഈച്ചയൊക്കെ വന്നിരിക്കത്തില്ല ഗോൾഡൻ കളറിലെ, അതൊക്കെ പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്സാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പെസ്റ്റ് കൺട്രോൾ മെത്തേഡ് അറിയാവുന്ന ഏതെങ്കിലും പെസ്റ്റ് കൺട്രോൾ മെത്തേഡ്? ഓക്കെ, ടൊബാക്കോ ഡിക്കോഷൻ. പിന്നെ ഏതെങ്കിലും ഉണ്ടോ നിങ്ങളുടെ വീട്ടിൽ ചെയ്യുന്നത്? നിങ്ങളുടെ വീട്ടിൽ കൃഷിയൊക്കെ ഉള്ളവർ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പറയാമോ? ആർക്കില്ല? വീട്ടിൽ കൃഷിയുള്ളവരായിരിക്കാം, ചെറിയൊരു പാടം പോലെ കൃഷിയുള്ളവർ. ഓക്കെ, നിന്റെ വീട്ടിലെങ്ങനെയാണ് പെസ്റ്റ് കൺട്രോൾ? മെഡിസിൻസ്, പെസ്റ്റിസൈഡ്സ്. ഓർഗാനിക് ആണോ അതോ കെമിക്കലാണോ? കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. ഏത് പെസ്റ്റിസൈഡ് ഉപയോഗിക്കണം അറിയത്തില്ല. വേറെ ആരൊക്കെയായിരുന്നുള്ള വീട്ടിൽ ഫാംസ് ഉള്ള? ഏതാ ഉപയോഗിക്കണം? ഓക്കെ, ഓക്കെ. അത് ഫെർട്ടിലൈസർ അല്ലേ? ഫെർട്ടിലൈസർ അല്ല, പെസ്റ്റിസൈഡ്. ടൊബാക്കോ ഡിക്കോഷൻ. അത് മിക്കവാറും വീടുകളിൽ ചെയ്യുന്നതിന് കാര്യം ഈസിയാണ്, തയ്യാറാക്കാൻ ഭയങ്കര എഫക്റ്റീവുമാണ്. ഒരു പരിധി വരെ ജീവികളെ പുറത്താക്കാൻ പറ്റും. ഇനി വേറെ ഏതെങ്കിലും സംശയം ഉണ്ടോ? എന്തുകൊണ്ടാണ് പെസ്റ്റ് കൺട്രോൾ ആവശ്യമാണെന്ന് പറഞ്ഞത്? പെസ്റ്റ് കൺട്രോൾ ആവശ്യമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിന്റെ കണ്ടത്തിൽ ഏതെങ്കിലും ഒരു പെസ്റ്റ് കയറി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ ആഫിഡ്സ് കയറി, നീ നേരെ ചെന്ന് കടയിൽ ചെന്ന് ഭയങ്കര വിലയുള്ള ഈ പെസ്റ്റ് കൺട്രോളിനുള്ള പെസ്റ്റിസൈഡ്സ് ഒക്കെ മേടിച്ച് അതിന് മണ്ടയ്ക്ക് അടിച്ച് ആ പച്ചക്കറിയെല്ലാം വീഴ്ത്തിക്കുന്നതാണോ ഭേദം? അതോ വല്ല ഉറുമ്പും കൂടി അവിടെ കൊണ്ട് വളർത്താനോ അല്ലെങ്കിൽ വല്ല ഉറുമ്പിനെയോ വല്ല അങ്ങോട്ട് ഒളിച്ചു വിട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് ആ ഒരു ഏരിയ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റുമല്ലോ ആഫിഡ്സിൽ നിന്നിട്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റുന്നത് കാരണം നമുക്ക് ആ മെത്തേഡ്സ് ഇല്ലെങ്കിൽ തന്നെ നമുക്ക് പ്രശ്നമാണ്. ഇപ്പോൾ നിന്റെ കൃഷിയെല്ലാം നശിക്കാൻ സാധ്യതയുണ്ട്. വേറെ ആർക്കും ഒരു പ്ലാന്റിൽ തന്നെ ബഡിങ് പറ്റത്തില്ല. കാരണം ബഡിങ് ചെയ്ത പ്ലാന്റിൽ തന്നെ ഗ്രാഫ്റ്റിംഗ് ചെയ്യണമെങ്കിൽ അതിനായിട്ട് ആ ബഡ് വളർന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കാരണം അതിന് വേറൊരു ബഡിൻ്റെ ജനറ്റിക്സ് ആണ് ഉള്ളത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റത്തില്ല. വേറെ ആർക്കെങ്കിലും സംശയമില്ല? ഇതോടെ തന്നെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെമിനാർ അവസാനിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.